Audio Jungle. നമസ്കാരം. പ്രധാന വാർത്തകൾ. 35ാമത് ദേശീയ ഗെയിംസിനോട് അനുബന്ധിച്ച് ജില്ലയിൽ നിന്നുള്ള ദീപശിഖ പ്രയാണം തൊടുപുഴയിൽ നിന്നും ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ദീപശിഖയിലേക്ക് അഗ്നി പകർന്ന് ഉദ്ഘാടനം ചെയ്തു. പുതിയ റേഷൻ കാർഡ് നൽകുന്നതിലെ സങ്കീർണതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വണ്ണപ്പുറം പഞ്ചായത്തിൽ LDFുമായി ചേർന്ന് കേരള കോൺഗ്രസ് അവിശ്വാസ പ്രമേയം പാസാക്കിയത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് UDF മണ്ഡലം കമ്മിറ്റി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ശാസ്ത്രവും പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. CPI ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 9 മുതൽ 13 വരെ തൊടുപുഴയിൽ വെച്ച് നടക്കും. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. 35ാമത് ദേശീയ ഗെയിംസിനോട് അനുബന്ധിച്ച് ജില്ലയിൽ നിന്നുള്ള ദീപശിഖ പ്രയാണം തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ദീപശിഖയിലേക്ക് അഗ്നി പകർന്ന് ഉദ്ഘാടനം ചെയ്തു. 35ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ മണ്ണിൽ നടക്കുകയാണ്. കേരളത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങൾ നടക്കുമ്പോഴും ഇടുക്കി ജില്ലയിൽ നമുക്കതില്ല എങ്കിൽ പോലും ഈ സ്പോർട്സിന്റെ 35ാമത് നാഷണൽ ഗെയിംസിന്റെ അതിന്റെ ആവേശം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കായിക കേരളത്തിന് പുതിയ ഒരു പുത്തനുണർവ് നൽകുന്ന ഈ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മൾ ഇന്ന് ദീപശിഖ പ്രയാണത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിനുള്ള പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അഗ്നി പകരികയാണ്. ഈ ദീപശിഖ കായിക കായിക രംഗത്ത് കേരളത്തിന്റെ മഹത്തായ കായിക പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഭാരതത്തിനും കേരളത്തിനും ഉജ്ജ്വല നേട്ടങ്ങൾ സമ്മാനിച്ച കേരളത്തിന്റെ കായിക പ്രതിഭകളെ മഹത്തായ കായിക നേട്ടങ്ങൾ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. കേരളത്തെ കായിക മുഖ്യധാരയിലെത്തി എത്തിക്കുവാൻ ഞങ്ങൾ പ്രയത്നിക്കും. കായിക രംഗത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ലോക സമാധാനവും സാർവദേശീയ സൗഹൃദവും സാഹോദര്യവും ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. ഡിവൈഎസ്പി KM സാബു മാത്യു ദീപശിഖ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ഭാരവാഹികളായ KL ജോസഫ്, ശരത് യു നായർ, N രവീന്ദ്രൻ, MS പവനൻ, L മായാവതി, K ഹരിലാൽ, രാജാസ് തോമസ്, KK തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരവധി കായിക താരങ്ങളുടെയും കായിക സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ട് വരെ ദീപശിഖ റാലിയും നടത്തി. ദേശീയ ഗെയിംസ് ദീപശിഖ തൊടുപുഴയിൽ ജ്വലിപ്പിച്ചു. ഈ മഹത്തായ കർമ്മം ഇടുക്കിയുടെ ആദരണീയനായ പാർലമെന്റ് അംഗം ശ്രീ ജോയ്സ് ജോർജ് നിർവഹിച്ചു. തുടർന്ന് തൊടുപുഴയുടെ ആദരണീയനായ നഗരപിതാവ് ശ്രീ KM പാലിനാർക്ക് ദീപശിഖ കൈമാറി. കായിക മേഖലയെ സ്നേഹിക്കുകയും എന്നും കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന തൊടുപുഴയുടെ യുവ DYSP ശ്രീ സാബു മാത്യു, കൺവീനറുമായ L മായാദേവി, നെഹ്റു യുവകേന്ദ്ര യൂത്ത് കോർഡിനേറ്റർ K ഹരിലാൽ, രാഷ്ട്രീയ പ്രമുഖരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെയും നേതൃത്വത്തിൽ 200-ൽ പരം കായിക താരങ്ങൾ അണിനിരക്കുന്ന നാഷണൽ ഗെയിംസ് ഈ വാഹനത്തിന് പിന്നിൽ ഇതുവഴി കടന്നുകൊണ്ടിരിക്കുന്നത്. കരിക്കുന്നം പ്ലാന്റേഷനിൽ കക്കൂസ് മാലിന്യം തോട്ടി തള്ളിയതിനെതിരെ വ്യാപക പ്രതിഷേധം. തിങ്കളാഴ്ച രാത്രിയിൽ പ്ലാന്റേഷൻ കവറിൽ നീരൊഴുക്കുള്ള തോട്ടിൽ സാമൂഹിക വിരുദ്ധർ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച മാലിന്യം നിക്ഷേപിക്കുകയായിരുന്നു. നീരൊഴുക്ക് തടസ്സപ്പെടും വിധത്തിലായിരുന്നു മാലിന്യം തോട്ടിൽ നിറഞ്ഞു കവിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കരിങ്കുന്നം 7ാം വാർഡ് മെമ്പർ തോമസ് കുട്ടി കുര്യന്റെ നേതൃത്വത്തിൽ തോട്ടിലാകെ ബ്ലീച്ചിംഗ് പൗഡർ വിതറിയ ശേഷം
മൂശാരിക്കടവ് ചെക്ക് ഡാം തുറന്നുവിട്ട് മാലിന്യം ഒഴുക്കിക്കളയുവാൻ ശ്രമിച്ചെങ്കിലും പൊന്നന്താനം റോഡിലെ പൊങ്ങമ്പുഴ കയത്തിൽ മാലിന്യം ഒഴുകിയെത്തി നിറയുകയായിരുന്നു. ഒരു ടാങ്കർ കക്കൂസ് മാലിന്യങ്ങൾ തോട്ടിൽ കൊണ്ടുവന്നിട്ടു. നേരം എടുത്തപ്പോൾ മണം കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ഞങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ബ്ലീച്ചിങ് പൗഡർ 1 കിലോമീറ്ററോളം തോട്ടിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഞങ്ങൾ അത്യാവശ്യം പ്രാഥമിക ശുദ്ധീകരണമൊക്കെ നടത്തി. അതിനുശേഷം മുകളിലൊരു ചെക്ക് ഡാം ഉണ്ട്. ചെക്ക് ഡാം ഞങ്ങൾ എല്ലാവരും കൂടി തുറന്നു വിട്ട് ഒരു പരിധിവരെ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. അതിനുശേഷം ഇത് 1000-ഓളം ആളുകൾ കുളിക്കുന്ന ഒരു കായമാണ്. പൊങ്ങമ്പുഴ കായം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ പൊങ്ങമ്പുഴ കായത്തിൽ ആ മാലിന്യം എല്ലാം കൂടി ഇവിടെ വന്നങ്ങ് അടിഞ്ഞു. ഇത് സത്യമായി 1000-ഓളം ആളുകൾ പ്രദേശവാസികളെ കുളിക്കാൻ ഉപയോഗിക്കുന്ന കയവാണിത്. ഈ കയത്തിലേക്കാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞിരിക്കുന്നത്. തുടർന്ന് ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് അംഗം തോമസ് കുട്ടി കുര്യന്റെ നേതൃത്വത്തിൽ തടയണ നിർമ്മിച്ച ശേഷം പമ്പ് സെറ്റ് ഉപയോഗിച്ച് മലിനജലം പമ്പ് ചെയ്ത് നീക്കി. ആരോഗ്യവകുപ്പിൽ മാലിന്യ നിക്ഷേപത്തെപ്പറ്റി അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരാരും അന്വേഷിക്കാനെത്താത്തതിലും പ്രതിഷേധം വ്യാപകമാണ്. ഇക്കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്തും സമാനമായ സംഭവം നടന്നിരുന്നു. നെടുങ്കണ്ടത്ത് MVP കനാലിൽ മീൻ മാലിന്യം നിക്ഷേപിച്ചവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി തിരുവുത്സവത്തോട് അനുബന്ധിച്ച് കുംഭകുട ഘോഷയാത്ര നടത്തി. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുതിയ റേഷൻ കാർഡ് നൽകുന്നതിലെ സങ്കീർണതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ തൊടുപുഴ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഏരിയ കമ്മിറ്റി അംഗം MM റഷീദ്, CS ഷാജി, PM നാരായണൻ, മുഹമ്മദ് ഫൈസൽ, CV ഷിബു, MP ഷൗക്കത്ത് അലി, R പ്രശോഭ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റേഷൻ കാർഡ് പുതുക്കാനായി കോടികൾ വാങ്ങി സുഖിച്ചു നടക്കും ഭരണക്കാരെ നിങ്ങൾക്കെതിരാണ് ഈ സമരം. ആ സങ്കീർണത എന്ന് പറയുന്നത് മുൻപൊരിക്കലുമില്ലാത്ത തരത്തിൽ റേഷൻ കാർഡ് ഉടമയാകണമെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ സർക്കാരിന് അപേക്ഷാ ഫോറത്തിൽ കൊടുക്കണം. 4 പേജ് വരുന്ന അപേക്ഷാ ഫോറം ഇതിനകം നിങ്ങൾ കണ്ടിരിക്കണം. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പൊ വീട്ടമ്മമാരാണ്, കുടുംബനാഥങ്ങളുടെ പേരിലാണ് റേഷൻ കാർഡ് വരുന്നത്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ ഫോട്ടോ എടുക്കാനായി ക്യാമ്പുകളിൽ എത്തിച്ചെന്നാൽ പലപ്പോഴും അത്തരം ക്യാമ്പുകളിൽ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം വളരെ കുറവാണ്. പലരും വളരെ നേരം വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിന് കമ്പ്യൂട്ടർ ഇല്ല. അതുപോലെ ഫോട്ടോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറ കേട്,
വൈദ്യുതിയില്ല. ഇങ്ങനെ നാനാ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ റേഷൻ കാർഡിൽ പേര് ചേർന്ന് അല്ലെങ്കിൽ റേഷൻ കാർഡ് പുതുക്കുന്നതിൻ്റെ ഭാഗമായി തന്നിരിക്കുന്ന അപേക്ഷാ ഫോറം 4 പേജുണ്ട്. ആ അപേക്ഷാ ഫോറം വളരെ എളുപ്പമൊന്നും ആർക്കും പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. സിവിൽ സപ്ലൈസിന് നമ്മുടെ പേര് പ്രിന്റ് ചെയ്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് 1 or 2 കോപ്പി എടുത്ത് അത് പഠിച്ച്. വെങ്ങല്ലൂരിൽ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ജനുവരി 27 മുതൽ ഫെബ്രുവരി 3 വരെയാണ് തൈപ്പൂയ മഹോത്സവവും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ക്ഷേത്രത്തിൽ നടക്കുന്നത്. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ അയ്യമ്പള്ളി NG സത്യപാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി വൈക്കം ബെന്നി ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടത്തിയത്. SNDP യൂണിയൻ സെക്രട്ടറി PS സിനിമോൻ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രവീൺ, വൈസ് പ്രസിഡന്റ് D ബോസ്, ക്ഷേത്രം മാനേജർ KR അശോക് കുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 2, 3 തീയതികളിൽ പൂജാ ചടങ്ങുകൾ, കലാപരിപാടികൾ, പകൽപൂരം എന്നിവയോടുകൂടി പള്ളിവേട്ടയും ആറാട്ടും നടത്തും. വണ്ണപ്പുറം പഞ്ചായത്തിൽ LDFുമായി ചേർന്ന് കേരള കോൺഗ്രസ് അവിശ്വാസ പ്രമേയം പാസാക്കിയത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് UDF കൺവീനർ PS സിദ്ധാർത്ഥൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ മാസം 21-നാണ് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഖൈറുനിസ ജാഫറിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കിയത്. UDF പിന്തുണയോടെ അധികാരത്തിൽ വന്ന കേരള കോൺഗ്രസ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ LDFുമായി ഒത്തുചേർന്ന് കേരള കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ 21-ാം തീയതി ജനുവരി മാസം 21-ാം തീയതി ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി വൈസ് പ്രസിഡന്റ് ശ്രീമതി ഖൈറുനിസ ജാഫറിനെ പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം വണ്ണപ്പുറം പഞ്ചായത്ത് ഭരിച്ചിരുന്ന കേരള കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾ മുന്നണി മര്യാദകേടാണ് കാണിച്ചിരിക്കുന്നത്. ആ മുന്നണി മര്യാദകേട് 21-ാം തീയതി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. തൊട്ടടുത്ത ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കേരള കോൺഗ്രസിൻ്റെ 3 പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ UDFിൻ്റെയും സംസ്ഥാന UDFിൻ്റെയും ഒക്കെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിയിരുന്ന വണ്ണപ്പുറം പഞ്ചായത്ത് LDFിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ഭരണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മുന്നണി മര്യാദകേടാണ്. ആ മുന്നണി മര്യാദകേട് കാണിച്ചിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വാങ്ങിയാണ് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന 3 പഞ്ചായത്ത് മെമ്പർമാരും തൽസ്ഥാനം രാജിവെക്കണം. അങ്ങനെ രാജിവെക്കുവാൻ ആ മെമ്പർമാർ തയ്യാറായില്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ മര്യാദ പാലിക്കപ്പെടുന്നു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കേരള കോൺഗ്രസ് പാർട്ടി അംഗങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ഈ പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീ സണ്ണി കളപ്പര, ശ്രീ ഷൈനി റജി, ശ്രീമതി ലൈല രമേശ് എന്നിവരെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം.
കേരള കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ സ്വയം രാജിവെക്കുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ കേരള കോൺഗ്രസ് മെമ്പർമാർക്കെതിരെ വണ്ണപ്പുറം മണ്ഡലം UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും ഇവർ പറഞ്ഞു. UDF ചെയർമാൻ ഇല്യാസ്, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, അനിൽ പയ്യാനിക്കൽ, PM ബാബു, മണ്ഡലം പ്രസിഡന്റ് TU ജോസ്, TM ജോസഫ്, ബേബി വട്ടക്കുന്നൽ, ഷെമീർ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.